ഓവൻ ഇല്ലാതെ എങ്ങനെ സ്വീറ്റ് ബൺ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് 1/4 കപ്പ് ചൂടുള്ള പാല്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ് ഇതിട്ടിട്ട് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഈസ്റ്റൊക്കെ ഒന്ന് കുളിച്ച് പൊങ്ങുന്നതാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ ഓയിൽ, സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കയ്യിലൊട്ടുന്ന രീതിയിലുള്ള പാവമാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതുപോലെ കുഴച്ച് എണ്ണ തടവി നമ്മൾക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിളായിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമ്മൾക്ക് കുഴക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. എനിക്കൊരു കപ്പ് മൈദയിൽ നിന്ന് ഒരു 6 ബണ്ണിനുള്ള ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം, മൊരിച്ചെടുക്കാം. കാരണം ഒരു സൈഡ് അല്ലെങ്കിൽ മൊരിഞ്ഞു പോകും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്ത് മൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബണ്ണ് ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. വളരെ എളുപ്പമാണ് ബണ്ണുണ്ടാക്കാൻ. അതുപോലെ തന്നെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് കേട്ടോ ബണ്ണ്. ഇനി നമ്മൾക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ചേർക്കണം. ഇവിടെ ഞാനൊരു 1/2 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. നെയ്യും ഒഴിച്ച് നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പിലേക്ക് വെക്കാൻ. വാനില എസൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. കാരണം ഓൾറെഡി കസ്റ്റർഡ് പൗഡറിൽ വാനില ഫ്ലേവറാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം കുറച്ച് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ഗ്യാസിലേക്ക് സിമ്മിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. ക്രീം പരിഭവമാവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണ് നമ്മൾക്ക് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഫില്ലിങ് നിറയ്ക്കാൻ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ക്രീം നിറച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.